സെയിൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്കെല്ലാവർക്കും സ്വാഗതം. ചെടികളെയും വീടിനെയും സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മനസ്സിലേക്ക് ചെറിയൊരു സന്തോഷവുമായിട്ട് ഇന്നത്തെ വ്ളോഗ്. ഇന്നത്തെ വീഡിയോ വീട്ടിൽ നിന്നുള്ള വീഡിയോ ആണ്. പാചകവും ചെടികളും ഒക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കണ്ടു നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. നോമ്പായതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയാണ് രാവിലെ എണീക്കാറുള്ളത്. ഷോപ്പിലേക്കും അതുപോലെ തന്നെ റമദാൻ സമയത്ത് ഒരു 10 മണിയാവുമ്പോഴാണ് നമ്മൾ ഷോപ്പ് തുറക്കാറുള്ളത്. അത്രയും നമ്മൾ രാവിലെ ഉറക്കണിക്കാൻ വൈകുകയും ചെയ്യും കേട്ടോ. രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് വൈകിട്ടേക്കുള്ള കറിയൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കും. അല്ലെങ്കിൽ നമ്മൾ ഷോപ്പ് അടച്ച് വന്നതിന് ശേഷം എല്ലാം കൂടെ നമുക്ക് ജോലി തീരില്ല. ഇന്ന് നമുക്ക് ബീഫ് കറിയും പൊറോട്ടയാണ് കേട്ടോ. അതിലേക്ക് തേങ്ങ വറുത്തരക്കുന്നുണ്ട്. ബീഫ് ഒരു ഭാഗത്ത് റെഡി ആയിട്ടുണ്ട്. ബീഫ് വെന്ത് നല്ല ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത തേങ്ങ അരച്ച് ചേർക്കാൻ മാത്രമാണ് ബാക്കിയുള്ളത്. വളരെ പെട്ടെന്ന് വേവുന്ന ബീഫ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്രൈ പാനിൽ വേവിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ കുക്കറിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വിസിലടിപ്പിക്കാറുള്ളത്. കറി റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ വൈകിട്ടാണ് കേട്ടോ ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യാറുള്ളത്. നമ്മളൊരു സിമ്പിളായിട്ടുള്ള സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സമൂസ എപ്പോഴും വെജിറ്റേറിയനോ അല്ലെങ്കിൽ മുട്ട വെച്ചൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുക. ഒരു അല്പം സവോള അരിഞ്ഞ് അതിലേക്ക് ഒരു പൊടി ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി, പച്ചമുളക്, ഇഞ്ചി എന്നിവയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഒരല്പം പുതിനയും കറിവേപ്പിലയും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്ത് ഇനി ഇത് നന്നായി ഒന്ന് വഴന്ന ശേഷം നമുക്കിതിലേക്ക് 1-2 ആളുകൾക്കനുസരിച്ച് നമുക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ കുറച്ച് ആളുകളേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ 2 എഗ്ഗ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മഞ്ഞളും മുളക് അങ്ങനെയുള്ള പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നന്നായി മിക്സാക്കി ഗ്രേവി ആക്കിയതിന് ശേഷം ഇത് സമൂസക്കുള്ളിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് പൊരിച്ചെടുത്താലും നമ്മൾ ഇറച്ചി കൊണ്ടുണ്ടാക്കിയ സമൂസയുടെ അതേ ഒരു ടേസ്റ്റിലാണ് നമുക്ക് കിട്ടുക. ചപ്പ് പുതിന ഒക്കെ ഇട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ മല്ലിച്ചപ്പ് ഇല്ലാത്ത കാരണം ഞാൻ പുതിന മാത്രമാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ സമൂസയിലേക്കുള്ള മാവ് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. തണുപ്പൊക്കെ ആയി. ഇനി നന്നായി അരച്ച് എടുക്കുകയാണ്. സമൂസ ഇവിടെ നന്നായി ചുറ്റി വെച്ചിട്ടുണ്ട്. സമൂസ ഇനി ചെറിയ രീതിയിൽ ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. ഒരുപാട് ഓയിൽ ഒഴിച്ച് ഈ ഒരു സമൂസ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞ രീതിയിൽ പാനിൽ എണ്ണ ഒഴിച്ച് നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ടിട്ട് നന്നായി പൊരിച്ചെടുക്കാം. സമൂസയുടെ ഒരു ഭാഗം നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടെ നന്നായി മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. വളരെ കുറഞ്ഞ ഓയിൽ ഒഴിച്ച് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് സമൂസ. ഇനി നമ്മൾ അതുപോലെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് അത്താഴത്തിനുള്ളതാണ് ചെമ്മീൻ ഫ്രൈ. ഇത് നന്നായി മൊരിഞ്ഞ് വരുവോളം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ അത്താഴത്തിനുള്ള കറിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇനി പിന്നീടുള്ള ഓരോ വ്ളോഗുകളിലായിട്ട് കാണിക്കാം. ഒരുപാട് സമയം വീഡിയോ എടുക്കാനുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് ഭാഗമൊക്കെ കാണിച്ചിട്ട് പോകുന്നത്. രാത്രിയിലേക്കുള്ള കറിയും ചോറും എല്ലാ കാര്യങ്ങളും നമ്മൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ റെഡിയാക്കി വെക്കാറാണ് പതിവ്. അങ്ങനെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ഇനി കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് പാത്രങ്ങളൊക്കെ കഴുകാൻ നിൽക്കുകയാണ്. ഇനി നമുക്ക് വീട്ടിലുള്ള കുറച്ച് ചെടികൾ കണ്ടു നോക്കാം കേട്ടോ. വീട്ടിലുള്ള ചെടികൾ സെറ്റ് ചെയ്തത് കാണിക്കാറ് കുറവാണ്. എന്നാലും വീട്ടിലെ ചെടികളൊന്ന് നമുക്ക് കണ്ടു നോക്കാം. വീട്ടിലുള്ള എല്ലാ ചെടികളും നമ്മൾ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്ന പ്ലാന്റുകൾ തന്നെയാണ്. ഈ ഭാഗത്തുള്ള ചെടികളെല്ലാം നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഓൺലൈനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങണമെന്നാവശ്യമുള്ളവർ
സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടുക. വാട്സപ്പിലൂടെ വോയിസ് അയച്ച് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ തക്ക സമയത്ത് തന്നെ ഞാൻ മറുപടി തരുന്നതാണ് കേട്ടോ. DTDC കൊറിയർ സർവീസ് വഴിയാണ് ചെടികൾ നിങ്ങൾക്ക് അയച്ചു തരിക. ചകിരിച്ചോറ് വെച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ പൊതിഞ്ഞിട്ടാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്നത്. ഹെൽത്തിയായ മെച്ചുവേർഡായ പ്ലാന്റുകൾ മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇനി ചെറിയ പ്ലാന്റുകൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അങ്ങനെയുള്ള പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കാതിരിക്കുക. എല്ലാവരുടെ സപ്പോർട്ടും കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.